ഇപ്പോൾ ഒ.എൻ.വിയുടെ വസതിയിൽ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ എത്തിയിരിക്കുന്നു. ആദരാഞ്ജലികൾ അർപ്പിക്കാൻ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഒ.എൻ.വി. കുറുപ്പിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വി.എസ്. അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ വഴുതക്കാട്ടെ വസതിയായ ഇന്ദീവരത്തിലേക്ക് എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ദീവരത്തിലെത്തി ഒ.എൻ.വിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ പ്രിയ കവിയെ അവസാനമായി കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഒക്കെ എത്തുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെയാണ് നഷ്ടമായതെന്ന് ഇന്നലെ വി.എസ്. പറയുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ ഇന്ദീവരത്തിലെത്തി പ്രിയകവിക്ക് യാത്രാമൊഴി നേരാൻ എത്തുകയാണ്. പ്രമുഖർ ഓരോരുത്തരായി ഇന്ദീവരത്തിലെ തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള ഇന്ദീവരത്തിലെ ഒ.എൻ.വിയുടെ ഇന്ദീവരം എന്ന ഒ.എൻ.വിയുടെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇന്നലെ മുതൽ വലിയ ജനപ്രവാഹമായിരുന്നു. കവിയുടെ മൃതശരീരം ഇന്ദീവരത്തിൽ എത്തിച്ചത് മുതൽ വലിയ ജനപ്രവാഹമായിരുന്നു. അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും പുഷ്പചക്രം സമർപ്പിക്കാനും ഒക്കെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വി.എസ്. അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഒ.എൻ.വിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി കവിയുടെ വസതിയായ ഇന്ദീവരത്തിലെത്തിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഒ.എൻ.വിയുടെ മൃതദേഹത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു.